ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. ഇന്ന് നമുക്ക് അബ്രഹാമിൻ്റെ സ്റ്റോറി നമുക്ക് പഠിക്കാം. അബ്രഹാം കൽദ്യരുടെ ഒരു പട്ടണമായ ഊരിൽ ജനിച്ചു. അവൻ്റെ അപ്പൻ്റെ പേര് തേരഹ് എന്നായിരുന്നു. യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായിട്ട് അബ്രഹാമിനോട് പറഞ്ഞു, നീ നിൻ്റെ ദേശത്തെയും ചർച്ചക്കാരെയും പ്രതിഭവനത്തെയും വിട്ടിട്ട് ഞാൻ നിന്നെ കാണിപ്പാനൊരു ദേശമുണ്ട്, ആ ദേശത്തേക്ക് പോവുക. ഇത്ര പ്രയാസമുള്ളൊരു കാര്യമാണ്. നാം ഒരു ദേശത്ത് ഒരു സ്ഥലത്ത് താമസിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരും ബന്ധുക്കളും എല്ലാവരും ആ ദേശത്താണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളോട് പറയാണ് ഇവിടെ നിന്ന് വേറൊരു ദേശത്തേക്ക് പോവുക. അതേത് ദേശമാണെന്ന് പോലും അപ്പം പറഞ്ഞില്ല. കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. അപ്പം അബ്രഹാമിനപ്പം മക്കളൊന്നുമില്ല, ആരുമില്ല, പോകാനായിട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ പറയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അതുതന്നെയല്ല, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഒരു പ്രോമിസാണ് കൊടുക്കുന്നത്. ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞു. അബ്രഹാം കേട്ടിട്ട് അതുപോലെ അനുസരിച്ചു. അബ്രഹാം അവിടെ നിന്ന് ഹാരാനിൽ നിന്ന് കൽദ്യരുടെ പട്ടണമായ ഊരിൽ നിന്ന് ഹാരാനിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അബ്രഹാമിന് 75 വയസ്സായിരുന്നു. അപ്പോൾ ആരൊക്കെ? അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായും അതുപോലെ അബ്രഹാമിൻ്റെ സഹോദരൻ്റെ മകനായ ലോത്തും കൂടി അവർ പുറപ്പെട്ടപ്പോൾ തങ്ങളുടെ സമ്പത്തുകളൊക്കെയും തങ്ങൾ അവിടെ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടി അവർ പുറപ്പെട്ടു. അപ്പോൾ പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ കനാൻ ദേശത്തേക്ക് ലക്ഷ്യമാക്കി അവർ കനാൻ ദേശത്തേക്ക് പുറപ്പെട്ടു. അങ്ങനെ അവർ പുറപ്പെട്ട് കനാൻ ദേശത്തെത്തി. കനാൻ ദേശത്തെത്തി കഴിഞ്ഞപ്പോൾ അബ്രഹാം തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവിടെ ഒരു യാഗപീഠം പണിതു. കനാൻ ദേശത്ത് എത്തിക്കഴിഞ്ഞ് അവനൊരു യാഗപീഠം പണിതു. അത് കഴിഞ്ഞിട്ട് അവിടെ യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അപ്പോൾ അതിനുശേഷം വീണ്ടും അബ്രഹാം തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ അനേക കാര്യങ്ങൾ നമുക്ക് അനേക ഗുണപാഠങ്ങൾ ഇവിടെ നമ്മൾ പഠിക്കാനുണ്ട്. അതിനു മുമ്പായിട്ട് നമുക്ക് ഒരു വാക്യം പഠിക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി, നിൻ്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. ഒന്നും കൂടെ നമുക്ക് പഠിക്കാം. യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി, നിൻ്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. ആദ്യം അബ്രഹാമിനോട് അരുളി ചെയ്തിട്ടാണ് അബ്രഹാം അവിടെ നിന്ന് പുറപ്പെട്ടത്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി. നമുക്ക് ഇതിൽ നിന്ന് അനേക ഗുണപാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമതായിട്ട്, ദൈവം എന്ത് പറഞ്ഞുവോ അതുപോലെ അനുസരിക്കുന്ന അബ്രഹാം. കുഞ്ഞുങ്ങളെ നാം എങ്ങനെയാണ്? അനുസരണമുള്ളവരാണോ? അപ്പനെ അമ്മയെ അനുസരിക്കണമെന്ന് ഭർത്താവിൻ്റെ കൽപ്പനയുണ്ട്. ടീച്ചേഴ്സിനെ അനുസരിക്കണം, കൽപ്പനകൾ അനുസരിക്കണം. അനുസരണം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അബ്രഹാം കർത്താവിനെ യഹോവയായ ദൈവത്തെ അതുപോലെ അനുസരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട്, വിശ്വാസത്തോടു കൂടി കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുന്ന വിശ്വാസം. ഏത് ദേശമാണെന്നൊന്നും അറിയത്തില്ല, പുറപ്പെടുക എന്ന് പറഞ്ഞു. അബ്രഹാം പുറപ്പെട്ടു. നാമും വിശ്വാസമുള്ളവർ ആയിരിക്കണം. മൂന്നാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അവിടെ ഒരു യാഗപീഠം പണിതു. യഹോവയ്ക്ക് യാഗപീഠം പണിതു. യഹോവയെ ആരാധിക്കുന്ന അബ്രഹാം. നാം എവിടെയായിരുന്നാലും ഏതവസ്ഥയിലായിരുന്നാലും യഹോവയെ ആരാധിക്കേണ്ടത് ആവശ്യമാണ്.
യഹോവയെ മഹത്വപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. കാരണം കർത്താവാണ് നമ്മളെ രക്ഷിച്ചതും നമ്മളെ തൻ്റെ മക്കളാക്കി തീർത്തതും നമുക്ക് വേണ്ടി സകലതും തരുന്നത് യഹോവയായതുകൊണ്ട് നാം ഏത് സാഹചര്യങ്ങളിലും യഹോവയെ ആരാധിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലും അബ്രഹാമിൻ്റെ വിശ്വാസം ഉണ്ടാകുവാൻ ഞങ്ങളെ വിശ്വാസമുള്ളവരായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളേത് അവസ്ഥയിലായിരുന്നാലും അങ്ങേ ആരാധിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിട്ടിരിപ്പാൻ കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ കർത്താവ് വിളിച്ച് വേർതിരിച്ചു നിൻ്റെ മക്കളും അവകാശികളുമാക്കി തീർത്തു. അതോർത്ത് ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയും വിനയമായിട്ട് അപേക്ഷിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് ആമേൻ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. മാത്രമല്ല ആ ബെല്ലൈക്കണിൽ കൈയമർത്തും കേട്ടോ, ഓൾ എന്ന പ്രൊവിഷനിലും കൂടെ കൈയമർത്തണം. ഓക്കെ, മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.